യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു വാക്യങ്ങളും ഈ അധ്യായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് ഒരു സുവിശേഷ പ്രസംഗം തയ്യാർ ചെയ്തിരിക്കുന്നു. കെട്ടാനും അഴിക്കാനും എന്ന ഈ സുവിശേഷ പ്രസംഗം ശ്രദ്ധിക്കുവാൻ വിലപ്പെട്ടവരായ നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഈ സുവിശേഷ പ്രസംഗം ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളുടെ സ്നേഹിതരായ മറ്റുള്ളവർക്കും ഇത് കൈമാറുക. 214-278-4052 എന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഈ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. വീണ്ടും വിലപ്പെട്ടവരായ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ കെട്ടാനും അഴിക്കാനും എന്ന ഈ പ്രസംഗം ശ്രദ്ധിക്കുവാൻ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിൽ വന്ദനം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അതേ സ്വർഗസ്വനായ എൻ്റെ പിതാവിങ്കിൽ നിന്നും അവർക്ക് ലഭിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ ജനത്തിന് വാഗ്ദത്തം കൊടുത്ത 2 വിഷയങ്ങളാണ് ഇവിടെയുള്ളത്. 1, 2, 3 പേർ ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും കർത്താവ് ചെയ്തു തരുന്നതാണ്. അതുപോലെ 2 or 3 പേർ കർത്താവിന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ കർത്താവ് ഉണ്ടാകുന്നതാണ്, കർത്താവ് എത്തുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ ആർക്കും വാഗ്ദത്തം ചെയ്യാനാവാത്ത കാര്യങ്ങളാണ് ഇവ രണ്ടും. 1, 2 പേർ ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും തരാമെന്ന് കർത്താവിനല്ലാതെ ആർക്കാണ് പറയുവാൻ കഴിയുക? അതുപോലെ തന്നെ 2 or 3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും കടന്നു വരാമെന്നേ കർത്താവിനല്ലാതെ മറ്റാർക്കും പറയുവാൻ കഴിയുന്നതല്ല. ഈ 2 വാക്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ 2 വാഗ്ദത്തങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ, എല്ലാ ക്രൈസ്തവരുടെയും ജീവിതത്തിൽ എത്രത്തോളമാണ് പ്രസക്തിയുള്ളത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം മോറൽ ടീച്ചിങ്സ് കൊണ്ട് നിറഞ്ഞ ഒരു അധ്യായമാണ്. ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഏത് വിധത്തിലാണ് താൻ തന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നതിന് ആധാരമായി നിരവധി കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ ആരംഭ ഭാഗത്ത് തന്നെ കർത്താവിന്റെ ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ ഈ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ ആളാരാണ് എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്ന് നാം തെറ്റിദ്ധരിക്കുവാനിടയുണ്ട്. എങ്കിലും മറ്റു ചില പ്രസംഗങ്ങളിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. സ്വർഗം എന്താണ്, സ്വർഗരാജ്യം എന്താണ്, ദൈവരാജ്യം എന്താണ് തുടങ്ങിയതൊക്കെയും ഞാൻ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗവും സ്വർഗരാജ്യവും ഒന്നല്ല. സ്വർഗം വേറെ, സ്വർഗരാജ്യം വേറെ. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നതും സ്വർഗരാജ്യം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. മർക്കോസെ, ലൂക്കോസെ, യോഹന്നാൻ, മറ്റേ അപ്പോസ്തലന്മാരെ തുടങ്ങിയവരൊക്കെ ദൈവരാജ്യം എന്ന് പറയുന്ന വാക്കാണ് മത്തായി ഇവിടെ സ്വർഗരാജ്യം എന്ന് എഴുതിയിരിക്കുന്നത്. അതിന് കാരണവും ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടി അത് ഓർപ്പിക്കുക മാത്രം ചെയ്യട്ടെ. മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാർക്കാണ്. യഹൂദന്മാർക്ക് ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ളതായ കൽപ്പന തെറ്റിദ്ധരിച്ച് ദൈവം എന്ന് പറയുന്നത് പോലും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ കണക്കാക്കുന്ന ഒരു സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ന് പറയേണ്ടിടത്ത് കഴിവതും ദൈവം എന്ന വാക്ക് അവർ ഒഴിവാക്കിയിരുന്നു. ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുതെന്ന് മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും യഹോവ എന്ന നാമം എടുക്കാതിരിക്കുവാൻ വേണ്ടി കർത്താവ്
എന്ന് ഉപയോഗിച്ചതുപോലെ തന്നെ ഇവിടെ ദൈവം എന്ന നാമത്തിന് പകരമായിട്ട് സ്വർഗം എന്നും അവർ ഉപയോഗിക്കുവാൻ തുടങ്ങി. പഴയ നിയമത്തിലെ യഹോവ എന്ന വാക്ക് പുതിയ നിയമത്തിൽ നാം കാണുന്നതേ ഇല്ല. യഹോവ എന്നതിന് പകരമായിട്ട് എല്ലായിടത്തും കർത്താവ് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിഭക്തന്മാരായ യഹൂദന്മാര് ദൈവം എന്നുള്ള വാക്ക് പോലും മാറ്റിയിട്ട് അവിടെ സ്വർഗമെന്ന് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ദൈവരാജ്യം എന്നുള്ളത് സ്വർഗരാജ്യം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. യഹൂദന്മാർക്ക് വേണ്ടി സുവിശേഷം എഴുതിയപ്പോൾ മത്തായി അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എഴുതുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയേണ്ടിടത്തെ കഴിവുള്ളിടത്തോളം ഒക്കെ സ്വർഗരാജ്യം എന്ന് പറയുവാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന ചോദ്യത്തിന് ഇവിടെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് മത്തായി എഴുതുവാൻ ഇടയാകുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്, സ്വർഗമല്ല. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവേ, ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? ഇവരെ ദൈവരാജ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിശിഹ രാജാവായിട്ടിരുന്ന് ഭരിക്കുന്ന ആ രാജ്യത്തെ കുറിച്ച് തന്നെയാണ്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു മിശിഹായാണ്. അധികം താമസിക്കാതെ ഈ ലോകത്തെ മിശിഹ ഭരണം ആരംഭിക്കും. അതാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ വരുന്ന ആ ദൈവരാജ്യത്തിൽ യേശു ആണെന്ന് അവൻ സംശയമില്ല. എന്നാൽ യേശു കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്നാണ് ഇവർക്ക് ചിന്ത. ഈ ദിവസങ്ങളിലാണ് യോഹന്നാനും അവന്റെ സഹോദരനായ യാക്കോബും കൂടെ ചേർന്ന് കർത്താവിന്റെ അടുത്ത് വന്നിട്ട്, കർത്താവേ, സ്വർഗരാജ്യത്തില് അല്ലെങ്കിൽ ദൈവരാജ്യത്തില് നിന്റെ വലത്തും ഇടത്തും ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് വരം തരണമെന്നൊക്കെ ചോദിച്ചത്. അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് അമ്മയെ കൊണ്ട് ശുപാർശ ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനുണ്ട്. അങ്ങനെ ആരാണ് അവിടെ കർത്താവ് കഴിഞ്ഞാൽ പിന്നുള്ള സ്ഥാനം എന്നതിനെ സംബന്ധിച്ച് ഇവരുടെ ഇടയില് ചില തർക്കങ്ങളും ചില സ്വാർത്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു. പലരും ചിന്തിച്ചു, ഒരുപക്ഷെ പത്രോസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, പ്രധാന ശിഷ്യൻ എന്ന നിലയ്ക്ക് പത്രോസ് ആയിരിക്കുമോ? യോഹന്നാൻ ചിന്തിച്ചു, ഞാനാണ് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, അതുകൊണ്ട് ഞാനായിരിക്കും. അങ്ങനെയൊക്കെ പലർക്കും പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. ഈ ചോദ്യം ചോദിച്ചത് ആരാണ് എന്ന് നമുക്ക് വ്യക്തമല്ല. ചിലര് പറയുന്നത് പത്രോസ് ആണെന്നാണ്. ഇനി മറ്റാരെങ്കിലും ആകുന്നതിനും തടസ്സമൊന്നുമില്ല. ഏതായാലും ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർ എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് അതിന് മറുപടി കൊടുത്തത് പത്രോസാണ്, അല്ലെ യോഹന്നാനാണ് എന്നല്ല. അവരൊരു ശിശുവിനെ അടുക്ക വിളിച്ചു, അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ നോക്കുക. നിങ്ങളെ ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാനേ സാധ്യമല്ല. കടന്നിട്ട് വേണമല്ലോ വലുതാകാൻ, അല്ലെ വലിയവരാകാൻ. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഈ ശിശുവിനെ പോലെ ആകണം. എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാകണം, നിർമ്മലതയുള്ളവരാകണം, ഇതുപോലുള്ള മത്സര സ്വഭാവങ്ങൾക്ക് വിട്ടുകളയണം എന്നൊക്കെയാണ് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ദൈവരാജ്യം, അതായത് 1000 ആണ്ട് വാഴ്ച കർത്താവ് അക്ഷരാർത്ഥത്തിൽ തന്നെ ആരംഭിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇനി ആത്മീയ അർത്ഥത്തിലാണെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്, അല്ലെങ്കിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമായ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിലും തിരിഞ്ഞ ശിശുവിനെ പോലെ ആയേ പറ്റൂ. അല്ലാതെ എല്ലാം എനിക്കറിയാൻ, ഞാൻ വലിയ പുള്ളിയാണ് എന്നുള്ള അഹങ്കാരത്തോടെ ഇരുന്നാൽ ആർക്കും തന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്ന ആത്മീയ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയുന്നതുമല്ല. കർത്താവ് വിളിച്ച് ഉദാഹരണമായി കാണിച്ച ആ കുട്ടി ആരാണ് എന്നതിനെ കുറിച്ച് പോലും ചില തർക്കങ്ങൾ നിലവിലുണ്ട്. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ തർക്കിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ വ്യാഖ്യാനം കൊടുക്കാനോ ഒന്നുമില്ല. അത് അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ കുറിച്ച് പറയുന്നതുമല്ല. കാരണം എല്ലാവരും തിരിഞ്ഞ ശിശുവിനെ പോലെ ആകണമെന്ന് മാത്രമേ പറയുന്നതിന് അർത്ഥമുള്ളൂ. എങ്കിലും ഏതിനും വ്യാഖ്യാനം കണ്ടെത്തുവാൻ നമുക്ക് നല്ല ബിരുദാണല്ലോ. അതുകൊണ്ട് ചിലര് പറയുന്നു, ഈ കുട്ടി പിൽക്കാലത്തെ വളർന്നു വരികയും ആ കുട്ടി അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് എന്ന പേരിൽ പിൽക്കാലത്തെ പ്രശസ്തനാകുകയും ചെയ്തു എന്നാണ്. മാത്രമല്ല, ഈ ശിശുവിനെ പിൽക്കാലത്ത് ഒരു പേരുണ്ടായി, തിയോഫോറോസ്. തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ഫോറോസ് എന്ന് പറഞ്ഞാലേ വഹിക്കപ്പെട്ടവൻ, വഹിച്ചവൻ എന്നൊക്കെ അർത്ഥം വരും. ഈ ബൈബിൾ സ്റ്റഡിയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.